ഹലോ ഗൈസ്, നമുക്കൊന്ന് കൽപ്പാത്തി വരെ പോയി വന്നാലോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്വപ്നത്തിലൊക്കെ കണ്ട സ്ഥലത്ത് പോകുന്നൊരു ഫീലിങ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ്. ഞാൻ ഈ പഴയകാല ഏതോ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചൊരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക് കൽപ്പാത്തി വന്നപ്പോൾ. യഥാർത്ഥത്തിൽ ഞാൻ രഥോത്സവ സമയത്ത് മുമ്പേ വന്ന് ഇവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ സ്വപ്നം ഉണ്ടതൊന്നും യാഥാർത്ഥ്യമായ ഫീലിങ്സ് ആയിരുന്നു. കൽപ്പാത്തിയിലൂടെ ഈ അമ്പലത്തിൻ്റെ അതിലേക്ക് നടക്കുമ്പോൾ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞ ഒരു വളരെ ഏതോ പഴയ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു അനുഭൂതി കൂടി ഇവിടെ വന്നപ്പോൾ കിട്ടി. എന്താ ഇപ്പോൾ പറയാം, പക്ഷേ ഉത്സവം കഴിഞ്ഞുകൊണ്ട് നല്ല സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ആളും ബഹളങ്ങളൊന്നും ഇല്ലാതെ നല്ല നല്ല മൈൻഡ് നല്ല റിലാക്സ് ആയിട്ട് ഇവിടെ വരാനും പറ്റി, ഇതിൽ നടക്കാനും പറ്റി, വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റി. അതും ഒരു പ്രത്യേക ഫീലിങ്സ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ക്രൗഡായ സ്ഥലത്ത് പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. കൽപ്പാത്തി വരണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നൊക്കെ കാണാൻ പറ്റി. ഈ വക കാഴ്ചകളും എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോയിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ള സ്ഥലത്തിൽ നേരിട്ട് വന്നപ്പോഴുള്ള ഒരു ഫീലിങ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. നിങ്ങൾ ഈ പാലക്കാട് വരികയാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽപ്പെട്ട സ്ഥലം തന്നെയാണ് കൽപ്പാത്തി. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.